2024 നാം കാലുവെക്കാനായിട്ട് പോകുമ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളത് എൻ്റെ മനസ്സിലെ വലിയൊരു ചോദ്യവും ചിന്തയുമായിരുന്നു. സഭ ഇന്നായിരിക്കുന്ന സ്ഥിതിയേക്കാൾ എങ്ങനെ കൂടുതൽ മെച്ചമായിട്ട് തീരുവാനായിട്ട് സാധിക്കും. പൗലോസപ്പോസ്തലന് 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു സഭയെക്കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് അതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേത് സഭയായിരിക്കും 2 വർഷത്തിൽ താഴെയുള്ളത്? ചിലർ 3 വർഷം എന്നൊക്കെ പറയും. തെസ്സലോനിക്ക സഭയാണ്. അവിടെ വളരെ കുറച്ചു കാലം 3 ശാബത്തുകൾ മാത്രമാണ് അവിടെ പൗലോസ് വേല ചെയ്തത്. അതിനുശേഷം അവിടെ നിന്ന് ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കി പൗലോസിനെ അവിടെ നിന്ന് ചാടിച്ചു. പൗലോസ് ബെറോയിലേക്ക് പോയി. അവിടെ യഹൂദന്മാർ വന്ന് ശല്യം ഉണ്ടാക്കി. അവിടെ നിന്ന് അഥേനയിലേക്ക് താന് പോയി. അവിടെ നിന്ന് താന് തൻ്റെ സഹപ്രവർത്തനായ തീത്തോസിനെയും മക്കതോന്യ ഭാഗങ്ങളിലേക്ക് അയച്ചു. എന്നിട്ട് തെസ്സലോനിക്ക സഭയുടെ സ്ഥിതിയെക്കുറിച്ച് എങ്ങനെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞ പൗലോസ് അവിടെ നിന്ന് പോരുമ്പോൾ ആ സഭയിലെ ഒരു സഹോദരനെ, എന്തായാലും സഹോദരന്റെ പേര് യായിസോൻ എന്ന സഹോദരനെ പൊതുസ്ഥലത്ത് കൊണ്ടുവന്നിട്ട് മർദ്ദിക്കുന്നത് കണ്ടിട്ടാണ് താൻ അവിടെ നിന്ന് പോരുന്നത്. കണ്ടമാനം ഉപദ്രവിച്ചു. എന്നിട്ട് അദ്ദേഹത്തോടൊരു ബോണ്ട് എഴുതി വാങ്ങി. ഇനിയും മേലാൽ തെസ്സലോനിക്കയിലേക്ക് ഈ മിഷണറി ടീമിനെ ക്ഷണിക്കുന്നതല്ല, വരുത്തുന്നതല്ല. ആ ബോണ്ട് ഒന്ന് റദ്ദാക്കി കിട്ടാനായിട്ട് പൗലോസ് പല പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു. സാത്താൻ ഞങ്ങളെ തടഞ്ഞു എന്നാണ്, പക്ഷേ ബോണ്ട് ക്യാൻസൽ ചെയ്യില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് വീണ്ടും തെസ്സലോനിക്കയിലേക്ക് ഒരിക്കലും പോകാനായിട്ട് ഇടയായി. അപ്പൊ ഇതെല്ലാം ഈ 1 വർഷത്തിനുള്ളിൽ നടന്നതാണ്. ഈ ആളെ അയക്കുന്നതൊക്കെ 1ാമത്തെ ലേഖനം അങ്ങനെ തിമോത്തിയോസിനൊക്കെ കയ്യിൽ കൊടുത്തയച്ചു. തിമോത്തിയോസ് വന്ന് റിപ്പോർട്ട് നൽകി. നല്ല റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2ാമതൊരു ലേഖനം എഴുതി. ഒരു 3 വർഷത്തിൽ താഴെ മാത്രമേ കാലഘട്ടങ്ങളായിട്ടുള്ളൂ. എന്നാൽ ഈ 3 വർഷങ്ങൾക്ക് താഴെ മാത്രം പ്രായമുള്ള ഈ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ മഹത്തായ കാര്യങ്ങളാണ് സഭയെക്കുറിച്ച് പറയാനുണ്ടായത്. 1ാമത്തെ ലേഖനത്തിൽ അങ്ങനെ, 2ാമത്തെ ലേഖനത്തിൽ പിന്നെ ചില ഉപദേശ പ്രശ്നങ്ങളൊക്കെ വന്നു. പൗലോസ് കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ 1ാമത്തെ ലേഖനത്തിൽ എഴുതി. അത് അവർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പ്രയാസമായി വന്നതുകൊണ്ടോ ചില ആളുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ കർത്താവ് ഇപ്പം വരും എന്നൊക്കെ വിചാരിച്ച് ജോലിയൊന്നും ചെയ്യാതെ ഒരുമിച്ച് കൂടിയിരുന്ന് തിന്നുക കുടിക്കുക, കർത്താവ് വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചതായിരിക്കുന്ന കുറെ ആളുകളൊക്കെ അവരുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇത്ര ചെറിയ കാലഘട്ടം കൊണ്ട് ഇത്ര വലിയൊരു നല്ലൊരു സഭ ഇത്രയധികം നന്നായിട്ട് എങ്ങനെയാണ്? സുവിശേഷ വേലയിൽ പറയുന്നത് നിങ്ങളിൽ നിന്നും സുവിശേഷം കടന്നു ചെയ്യുന്നത് ആഖായിലും മക്കതോനിയയിലും മാത്രമല്ല, ലോകത്ത് എവിടെയും എന്നാ പറഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും. ഞങ്ങൾക്കൊന്നും പറയാൻ ആവശ്യമില്ലാതെ വന്നു. അവർ മിഷണറിമാരെ അയച്ചെന്നാണ് വിചാരിക്കുന്നത്. തെസ്സലോനിക്കയിൽ നിന്നും മിഷണറിമാരെ അയച്ചു. മറ്റു സ്ഥലങ്ങളിലേക്ക് മിഷണറിമാർ പോയി സുവിശേഷം പറഞ്ഞു. ഒരുപാട് ആളുകൾ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു സഭയാണ് ആ സഭ എന്ന് പറയുന്നത്. ഇന്ന് പൗലോസ് ഇവിടെ ഉണ്ടായിരിക്കുകയും താനൊരു ലേഖനം എഴുതുകയും ചെയ്തെങ്കിൽ ആ ലേഖനത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. എന്ത് സ്വഭാവമായിരിക്കും? നമ്മൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സഭയാണ്. പക്ഷെ അത് തന്നെയാണ് നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സഭ. നന്മയായിട്ട് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളില്ല, തിന്മയായിട്ട് പറയാനും അധികം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് പോരാ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്നൊരു സ്ഥിതി വരുമല്ലോ. അത് നല്ലതല്ല. അപ്പോ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയപ്പോ 2 തെസ്സലോനിയരിൽ പറഞ്ഞ ഒരു 3 വാക്യങ്ങളാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 2 തെസ്സലോനിയർ 1-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങൾ. വിശ്വാസം വർദ്ധിച്ചെന്നല്ല, ഏറ്റവും സൂപ്പർലേറ്റീവ് ടൈമാണ്. ഏറ്റവും വർദ്ധിച്ചു. ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകി വരികയാൽ ഞങ്ങൾ യോഗ്യമാകുമെന്നും ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാനിടയാകുന്നു. ഇങ്ങനെ അവരുടെ വിശ്വാസവും സ്നേഹവും വർദ്ധിച്ചെന്ന് മാത്രമല്ല, പൗലോസ് പറയുന്നത് അതുകൊണ്ട് വിശ്വാസവും സ്നേഹവും വർദ്ധിച്ച ഒരു കൂട്ടം ജനമായതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും, സകല ഉപദ്രവങ്ങളും ചിന്തിക്കാവുന്ന എല്ലാവിധ ഉപദ്രവങ്ങളിലും കഷ്ടതകളിലും ധാരാളം ഉപദ്രവവും കഷ്ടതയുള്ള ഒരു സഭയാണ്. അപ്പോൾ അതേക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും. ഇത്രയും സഹിഷ്ണുതയൊക്കെ കാര്യങ്ങളൊക്കെ ഉപദ്രവങ്ങൾ വന്നാലും, ജായ്സോനെ ഇത്രമാത്രം തല്ലിയാലും മറ്റ് വിശ്വാസികളെ ഒരുപാട് ഉപദ്രവിച്ചാലും അതേക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസം. കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള അവരുടെ മനസ്സും, അതുപോലെ തന്നെ അവരുടെ വിശ്വാസം, ദൈവത്തിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള അവരുടെ വിശ്വാസവും അത് ചൊല്ലി പ്രശംസിക്കുന്നുവെന്നാണ്. ഇനിയും 5-ാമത്തെ വാക്യം. ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമായിട്ട് തീർന്നിരിക്കുകയാണ്. അതെ, അവരൊരു സൈനാണ്, ലോകത്തിനൊരു സൈൻ, അടയാളമാണ്. തെസ്സലോനിക്കയിൽ എന്താ അടയാളം? നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിൽ നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും. അതാണ്
ദൈവരാജ്യത്തിന് അവരെ യോഗ്യന്മാരായി എണ്ണു എന്നുള്ളതിന് എന്താ തെളിവ്? തെസ്സലോനിക്കയിലേക്ക് നോക്ക്. അവർ സഹിക്കുന്ന കഷ്ടതയും അവർ സഹിക്കുന്ന പ്രയാസവും അവർ സഹിക്കുന്ന ഉപദ്രവവും, അതാണ് അതിന് തെളിവ്. വിശ്വാസികളായിരിക്കുന്ന നമ്മൾ കർത്താവിന് കൊള്ളാകുന്നവരായി ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി തീരുമെന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിച്ചാൽ എന്താ തെളിവ്? ഈ സുവിശേഷത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും നാം അനുഭവിക്കുന്ന കഷ്ടതകളാണ്. അല്ല ദൈവം നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കി എന്നുള്ളതൊന്നും അല്ല. അതൊന്നും വലിയ തെളിവൊന്നുമല്ല. അതിപ്പോഴോ എനിക്ക് സെല്ലുലൈറ്റിസ് വന്നു, ഒരുപാട് പേര് കാല് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്റെ കാല് മുറിച്ചില്ലെന്നുള്ളത് ഞാൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതിനാണെന്ന് തെളിവൊന്നുമല്ല. കാരണം സെല്ലുലൈറ്റിസ് വന്ന് ഒത്തിരി അവിശ്വാസികളുടെയും കാല് മുറിക്കാൻ സുഖമായിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ച് എന്താ പറയും? എന്റെ ഭാര്യയ്ക്ക് 7 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിൽ 4 ബ്ലോക്ക് ക്ലിയർ ചെയ്തു. ദൈവം കൊണ്ട് സഹിച്ചു. എത്രയോ അവിശ്വാസിയുടെ ബ്ലോക്കുകൾ നീക്കിയിട്ടുണ്ടില്ലേ? എത്രയോ പേരുടെ. അതുകൊണ്ടെന്താ? ഇനി 3 ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോ മരിക്കുന്നവരെ അതുകൊണ്ട് നടക്കും എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയും പ്രയാസവും രോഗവും ഒന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ വാസ്തവമായ തെളിവല്ല. ദൈവം നമ്മെ വാസ്തവമായി സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിനും ദൈവത്തിന്റെ പരിപാടിക്ക് വേണ്ടിയും കഷ്ടം സഹിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിന് തെളിവ്. ഇപ്പൊ പൗലോസപ്പോസ്തലൻ പറയാണ്, അങ്ങനെ ഒരു തെളിവാണ് ഉള്ളത്. എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് രോഗമായിരുന്നു, എന്നെ സൗഖ്യമാക്കി. ഞങ്ങളും അത് പറയും. 4 ബ്ലോക്ക് ഉണ്ടായിരുന്ന ഗ്രേസിന് സുവിശേഷത്തിന് വേണ്ടിയും കർത്താവിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ സഹിക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് അതിന്റെ തെളിവെന്ന് പറയുന്നത്. അതാ തെളിവെന്ന് പറയുന്നത്. അടുത്ത കാലത്ത് എനിക്ക് സെല്ലുലൈറ്റിസ് വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാം, ലോകത്തിൽ ആരാധനയിലും വീട്ടിൽ ഇരുന്ന് വിശ്രമിക്കുകയുള്ളൂ. ഞാൻ ഇവിടെ ക്യാമ്പ് ഇവിടെ എടുത്തു, അവിടെ പോയി ക്യാമ്പിന്റെ സെഷൻസ് എല്ലാം എടുത്തു. ഒരു പരിപാടിയും മാറ്റിവെച്ചില്ല. ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി ഒരു രോഗം കൊണ്ട് മാറ്റിവെച്ചില്ല. അങ്ങനെ ചെയ്യാൻ എന്നെ ശക്തീകരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു സ്നേഹത്തിന്റെ തെളിവാണ്. അല്ല സെല്ലുലൈറ്റിസ് സൗഖ്യമാക്കി എന്നുള്ളത് ദൈവത്തിന്റെ കരുണയാന്ന് പറയാം. അത് ദൈവത്തിന്റെ കരുണയാണ്, എന്നോട് കാണിച്ച കരുണയാണ്. അതിനപ്പുറത്ത് പറയാനായിട്ടില്ല. അപ്പോ ഇവിടെ പൗലോസ് എന്താ പറയുന്നതെന്ന് ചോദിച്ചാല്, ഈ തെസ്സലോനിക്കരെ ഓർത്ത് പൗലോസ് 3 കാര്യങ്ങൾ 3 ക്രിയകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത് അറിയാമോ? പറയുന്നത് ഒന്നാമത് പറയാണ്, അന്യോന്യ സ്നേഹം പെരുകിയും വരികയും സഹോദരന്മാരെ നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാവണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്. പൗലോസിന് ജോലി കിട്ടി. എന്താ ജോലി? ദൈവത്തെ എപ്പോഴും തെസ്സലോനിക്ക എന്നുള്ള ഒരു വാക്ക് തന്നെ മനസ്സിലേക്ക് വരുമ്പോ അറിയാതെ തന്നെ സ്തോത്രം 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 എന്ന് പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അത് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാന്നാ പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ? ഇത്രയും കഷ്ടത സഹിച്ചിട്ടും ആളുകൾ എന്താ ചെയ്തത്? അവിടെ വിശ്വാസം ഏറ്റു വർദ്ധിച്ചു. ഈ തല്ലുവടിയെല്ലാം കൊള്ളുമ്പോൾ സാധാരണഗതി എന്താ ചെയ്യേണ്ടത്? വിശ്വാസം ക്ഷീണിക്കുകയല്ലേ. നമ്മളെ ആരെങ്കിലും സുവിശേഷ പ്രസംഗത്തിൽ പോകുന്നിടത്ത് വെച്ച് പിടിച്ച് കണ്ടാനും അങ്ങ് തല്ലിന്ന് വിചാരിച്ചു. തല്ലി നമ്മൾ കൈ ഒടിച്ചു, എല്ലാം ഒടിച്ചു. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചവരായിട്ട് വരുമ്പോൾ, എന്റെ കർത്താവ് നിന്റെ വേലയ്ക്ക് വേണ്ടി പോയി എന്നോട് നീ ഇങ്ങനെ ചെയ്ത, എന്റെ കൈ തല്ലി ഒടിച്ചു, ഇതാണോ ദൈവത്തിന്റെ സ്നേഹം? അന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ വരുന്നത്. പക്ഷെ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. ഞങ്ങൾ വളരെയധികം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെയും പറയാണ്, നിങ്ങൾക്ക് അന്യോന്യം സ്നേഹം പെരുകി വരികയാലും, അവരുടെ പരസ്പര സ്നേഹം അങ്ങനെ പെരുകി വരികയാലും പറയാണ് ഞങ്ങൾ കടപ്പെട്ടവരാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട്. മൂന്നാമത് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ഞങ്ങൾ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ചൊല്ലി പൗലോസ് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പൗലോസ് പറയും, നിങ്ങൾക്കറിയാമോ തെസ്സലോനിക്ക എന്ന പട്ടണത്തെ കുറിച്ച്? അവിടെ ഒരു സഭയുണ്ട്. ആ സഭയിലെ വിശ്വാസികളെ കുറിച്ചുള്ള പ്രത്യേകതയുണ്ട് കേട്ടോ. ഞങ്ങൾ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊരു സഭയാണ്, എന്തൊരു വിശ്വാസികളാണ്. എത്ര തല്ലുകൊണ്ടിട്ടു, എത്ര അടി കൊണ്ടിട്ടു, എത്ര ഉപദ്രവം സഹിച്ചിട്ടു, എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ വിശ്വാസം അങ്ങ് പെരുകുക, അതുപോലെ സ്നേഹം അങ്ങ് പെരുകുക. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പൊ ഞാനിതൊക്കെ വായിച്ചും പറഞ്ഞ കർത്താവ് സഭയെ കുറിച്ച് എല്ലാ സഭകളിലും ഈ വിധത്തില് പ്രശംസ പറഞ്ഞിരുന്നെങ്കിൽ സഹോദരൻ പോകുന്നിടത്തെല്ലാം പറഞ്ഞു, നിങ്ങൾക്കറിയാം ഒരു സഭയുണ്ട്, ആ സഹോദരന്മാരുടെ എന്ത് സഹോദരന്മാർ, അവരെന്തോ ഒരു കഷ്ടം, എന്തോ ഒരു തല്ലും, എന്തൊരു മർദ്ദനോ, എന്ത് ഉപദ്രവം സഹിക്കുന്നത്, അവരെന്തോ ഒരു പട്ടിണിയാ കിടക്കുന്നത്, സുവിശേഷത്തിന് വേണ്ടി അവർ എന്തോ ഒരു അധ്വാനോ രാവും പകലും ചെയ്യുന്നത്. അവരുടെ വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമുക്ക് വർദ്ധിച്ച് വരിക ഓരോ ദിവസം എന്നൊക്കെ പറയാനിടയായെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയാനേ. ചില സഭകളെ കുറിച്ച് അങ്ങനെ പറയുന്ന സഭകളുണ്ട് കേരളത്തിൽ. ആ സഭയെ അറിയാമോ? അവർ മാത്രം 10-15 സഭകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമാണ്. അവിടുത്തെ സഹോദരന്മാർ വേല കണ്ടമാനം. അപ്പൊ ഈ വേദഭാഗത്ത് പറയുന്നത് എന്താണെന്നറിയാം? ആരാധനയ്ക്കും പ്രശംസയ്ക്കും മുഖാന്തരമായി തീരത്തൊക്കെ ഉണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. ആരാധനയ്ക്കും പ്രശംസയ്ക്കും മുഖാന്തരമായ ഒരു ജീവിതശൈലി, അത് വ്യക്തികൾക്കും സഭകൾക്കും, സഭയുടെയും വ്യക്തിയുടെയും ജീവിതശൈലി. ആരാധനയ്ക്കും
പ്രശംസയ്ക്ക് മുഖാന്തരമായ ഒരു ജീവിതശൈലി. എന്താണ് ആ ജീവിതശൈലിയെ കുറിച്ച് പറയുന്നത്? പൗലോസ് അതേക്കുറിച്ച് ഒന്നാമത് പറയുന്നത്, ഞങ്ങൾ സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞത്, ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് തെളിവായിട്ട് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത് സ്തോത്രം ചെയ്യുവാനും ആരാധിക്കാനുമുള്ള കടപ്പാടും അതിനുള്ള കാരണങ്ങളുമാണ്. അതിപ്രധാനമായ ഒരു കാഴ്ചപ്പാടാണിത്. ഈ കാഴ്ചപ്പാടിന് ആധാരമായ ചില യാഥാർത്ഥ്യങ്ങളുടെ ഉണ്ട്. ആ കാര്യങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ മുഖാന്തരമാണ്. എന്താണ് ആ യാഥാർത്ഥ്യങ്ങൾ? ഒന്നാമത് പറയുന്ന, വർദ്ധിച്ചു വരുന്ന നിങ്ങളുടെ വിശ്വാസം. അതെന്ത് വിശ്വാസമാണ്? വിശ്വാസം പലയിനമുണ്ട്. വസ്തുനിഷ്ഠ വിശ്വാസമുണ്ട്, ആത്മനിഷ്ഠ വിശ്വാസമുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞിട്ട് എന്താണ്? സഫലകരമായിരിക്കുന്ന പ്രായോഗിക തലത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസമുണ്ട്. അതായത് റിസൾട്ടന്റ് ഫെയ്ത്ത് എന്ന് പറയും. വസ്തുനിഷ്ഠമായ വിശ്വാസം ഇവർക്കുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും, സാക്ഷാൽ ദൈവം സാക്ഷാൽ മനുഷ്യനായി തീർന്നവൻ, പാപരഹിതൻ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവൻ മനുഷ്യവർഗത്തിന്റെ രക്ഷകനാണ്, മഹാപുരോഹിതനാണ്, ഏക മധ്യസ്ഥനാണ്. ഇതെല്ലാം വസ്തുനിഷ്ഠമായ വിശ്വാസമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ ത്രിയേക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തിലും ദൈവത്വത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനത്തിന്റെ വിശ്വാസത്തിലും തെറ്റില്ലായ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വസ്തുനിഷ്ഠമായ വിശ്വാസമാണ്. അപ്പൊ പറയുന്നു, തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പറ്റി പൗലോസ് ആദ്യം പറയുന്നത്, അവരുടെ വിശ്വാസം ഇങ്ങനെ വളരെ വർദ്ധിക്കുകയാണ്. പറയാം, ഓരോ ദിവസം കഴിയുന്തോറും ദൈവത്തെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും പിതാവിനെ പറ്റിയും പുത്രനെ പറ്റിയും അതുപോലെ ദൈവത്തിന്റെ പരിപാടികളെ പറ്റിയും നിത്യസ്വർഗത്തെ പറ്റിയും എല്ലാം ഉള്ള വിശ്വാസം അവർക്ക് അങ്ങനെ വർദ്ധിച്ചു വരിക. നമ്മളെങ്ങനെയുണ്ട് നമ്മുടെ വിശ്വാസം? 2023 വിശ്വാസം വർദ്ധിച്ചോ, അതോ 22 വിശ്വാസം ഇങ്ങനെ താഴെ പോവാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥിതിയാണോ? വിശ്വാസം വർദ്ധിച്ചോ? അപ്പൊ അവരുടെ വിശ്വാസത്തെ പറ്റി പറയുന്നത് ഏറ്റവും വർദ്ധിച്ചു വരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, സ്തോത്രം ചെയ്യാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നതാണ്. സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, 14ാമത്തെ ദിവസം സ്നാനപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ 82 നടക്കുകയാണ്. ഈ വർഷങ്ങളിലെല്ലാം ഞാൻ കർത്താവിന്റെ ഭാഗത്തായിരുന്നുകൊണ്ട് എൻ്റെ വിശ്വാസം കാര്യങ്ങൾ വർദ്ധിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവന് വിശ്വസിച്ച് അതിന്റെ പാപമോചനം അതൊക്കെ ഞാൻ വിശ്വസിച്ചു. ഇന്നിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അറിയില്ല, ചിലപ്പോൾ പലർക്കും അറിയില്ല എന്താ ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അതൊക്കെ എൻ്റെ വസ്തുനിഷ്ഠ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരേ സമയത്ത് ദൈവം ഒരേ സമയത്ത് മനുഷ്യനുമായിരിക്കുന്നത്? അതെങ്ങനെ സാധിക്കും? മരണമില്ലാത്ത ദൈവവും മരിക്കാൻ സാധിക്കുന്ന മനുഷ്യനും അതെങ്ങനെ രണ്ടും കൂടെ ഒരു വ്യക്തിയിലായിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോ തന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞ് ജീർണത കണ്ടില്ലെന്നാ. 3 ദിവസം ഇരുന്നിട്ടും അതിൽ ജീർണത ഉണ്ടായില്ല. സാധാരണഗതി മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ത് ആരംഭിക്കും? നമ്മൾ പറയില്ല ശവം പഴുക്കാൻ തുടങ്ങുമെന്ന്. കർത്താവിന് 3 ദിവസം കഴിഞ്ഞിട്ടും ജീവനുള്ള ശരീരം പോലെ ഇരുന്നു. എന്തുകൊണ്ടത് എങ്ങനെ ഇരുന്നു? അതിനെങ്ങനെയാ സാധിച്ചത്? അവിടെ എയർ കണ്ടീഷനും അവിടെ പിന്നെ മോർച്ചറിയൊക്കെ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. അപ്പൊ യേശു ക്രിസ്തു തന്റെ മനുഷ്യത്വത്തിൽ മരിച്ചെങ്കിലും തന്റെ ദൈവത്തെ ഒന്നും പോയില്ല. മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ദൈവത്തെ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞപ്പം താൻ തന്നെ ഉയർത്തു. തനിക്ക് തന്നെ ദൈവത്തെ വ്യാപരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ എന്റെ വിശ്വാസം, എന്റെ കർത്താവിനെ പറ്റിയുള്ള എന്റെ വിശ്വാസം ഏതെല്ലാം വിഷയങ്ങൾ എത്രത്തോളം വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ വർദ്ധിച്ചു. ഓരോ വിശ്വാസിക്കും അങ്ങനെ തന്നെ വർദ്ധിക്കണം. അല്ല യേശു ക്രിസ്തു എന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രം എന്നും വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ എന്ത് വിശ്വാസം നിങ്ങളൊന്നും വർദ്ധിക്കുന്നില്ല, ഒന്നും വർദ്ധിക്കുന്നില്ല. ഇയാൾ എന്റെ ഗ്രേസ് ഇപ്പം വിചാരിക്കുക ഗ്രേസിന്റെ ഭർത്താവാണ് ഞാൻ, കല്യാണം കഴിയുമ്പോൾ 55 വർഷം കഴിഞ്ഞ്. അത് വിശ്വസിച്ചു. ഭർത്താവ് ആരാന്ന് ചോദിച്ചാൽ കണ്ണു അടച്ച് രാത്രി പറയും കല്ലെടുത്തിൽ എബ്രഹാം സാറിന്റെ മകൻ എബ്രഹാം തോമസ് ആണ്, എന്റെ തോമസ് എബ്രഹാം ആണ് എന്റെ ഭർത്താവ്. അതൊരു വിശ്വാസമാണ്, വസ്തുനിഷ്ഠ വിശ്വാസം. പക്ഷെ ഞാൻ നാളെ ഒരു വലിയൊരു കത്തി എടുത്തുകൊണ്ട് പെട്ടെന്ന് ഇന്ന് കഴുത്തിലേക്ക് ഒന്ന് ഹോങ്ങുമ്പോ എന്റെ മുഖത്ത് നോക്കി ചിരിക്കണമെങ്കിൽ ഞാൻ കൊല്ലാൻ വരുമ്പോൾ ചിരിക്കുകയാണ്. പിന്നെ എന്റെ ഭർത്താവിന്റെ കയ്യിൽ കത്തിയിരിക്കുന്നത് ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അത് വിശ്വാസത്തിന്റെ, എന്നിലുള്ള വിശ്വാസത്തിന്റെ വർദ്ധനം. അല്ലേ പറയും അയ്യോ ഓടിവായോ എന്നെ കൊല്ലാൻ പോകുന്നു ഈ മനുഷ്യനെ കൊല്ലാൻ പോകുന്നെന്ന് പറയും. കാരണം എന്താന്ന് ചോദിച്ചാൽ ഭർത്താവാണെന്നറിയാം, എങ്കിലും എന്താണ് എന്റെ ഭർത്താവ് എന്നെ കൊല്ലാൻ വന്നതേ പറയും. അല്ലേ പറയില്ല എന്റെ ഭർത്താവ് തമാശയൊക്കെ ചിലപ്പോൾ ചെയ്യും.
അതിന് കത്തി എടുത്താലും തോക്കെടുത്താലും ഒന്നും എനിക്ക് പേടിക്കാനില്ല. കാരണം എന്താ? ഹീസ് മൈ ഹസ്ബൻഡ്, ഹീ ലവ്സ് മീ. ഈ വിശ്വാസത്തിന്റെ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ വലിയ വളർച്ചയാണ്. കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെയാണ് വളർത്തുന്നത്. മക്കളുമായിട്ടുള്ള ബന്ധം അങ്ങനെ തന്നെയാണ്. എന്നിട്ട് അപ്പൻ ആരാന്ന് ചോദിച്ചാൽ അവർ പറയും ആരാണെന്ന്. പക്ഷെ ഞാൻ പിടിച്ച് നല്ല കണ്ട് തല്ലുമ്പോ ഇയാൾ അപ്പനും അല്ല ഒരു കുന്തോ അല്ലായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ തല്ലുമായിരുന്നോ എന്ന് മക്കൾ പറഞ്ഞാൽ അപ്പനെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസം എങ്ങും എത്തിയില്ല, അല്ലേ? അപ്പൊ തെസലോനിക്കയിലെ വിശ്വാസികളുടെ വസ്തുനിഷ്ഠമായ വിശ്വാസം വളരെ വളരെ വർദ്ധിച്ചു, വളരെ വളരെ വർദ്ധിച്ചു. നമ്മുടെ സഭകളൊക്കെ ഇപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വസ്തുനിഷ്ഠ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യേശുക്രിസ്തു തൃത്വത്തിൽ നാം വിശ്വസിക്കുന്നു, ദൈവത്വത്തിൽ രണ്ടാമനായ യേശുവിൽ നാം വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നു, തന്റെ ദൈവത്വത്തിൽ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നു, പാപരഹിത മനുഷ്യത്വത്തില് കന്യക ജനനത്തിൽ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ്. പൗലോസ് അല്ലെ എബ്രായലേഖനം എഴുതി ആരായാലും എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള അടിസ്ഥാന വിഷയങ്ങൾ വിട്ടിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നും എപ്പോഴും ഈ അടിസ്ഥാന കാര്യങ്ങൾ, മാനസാന്തരം, ക്രിസ്തുവിലെ വിശ്വാസം, മരിച്ചിട്ട് ഉയർപ്പ്, ഇങ്ങനെയുള്ള കുറെ അടിസ്ഥാനം മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ വിടണോ? അതൊക്കെ മനസ്സിലായില്ലേ? ഇനിയും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ അങ്ങോട്ട് ശ്രമിക്കുക, വളരണം. ഞാൻ പറയുന്ന തെസലോനിക്കയിലെ വിശ്വാസികൾ അങ്ങ് വളരുന്ന വിശ്വാസം, ആ വളർച്ച നമുക്ക് ആവശ്യമാണ്. ഇത്ര വിശ്വാസികളെ കുറിച്ച് അവരെ അങ്ങനെ വസ്തുനിഷ്ഠ വിശ്വാസത്തിൽ അവർ വളരുന്നവരാണ് എന്ന് പറയാനായിട്ട് കഴിയും എന്ന് ചിന്തിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുകയാണ്, വസ്തുനിഷ്ഠ വിശ്വാസത്തെ കുറിച്ച് മാത്രമല്ല, പൗലോസ് പറയുകയാണ് നിങ്ങൾക്ക് തമ്മിലുള്ളതായിരിക്കുന്ന സ്നേഹത്തെ കുറിച്ച്. വിശ്വാസം ദൈവത്തിങ്കിലുള്ളതാണ്. ഇവർക്ക് തമ്മിൽ എങ്ങനെയാ? ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയല്ല നമ്മൾ വായിച്ച എന്തോ ഒരു മനോഹരമായ വാക്യം നമ്മൾ വായിച്ചെന്നറിയാം. നാലാമത്തെ വാക്യത്തിൽ, മൂന്നാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു, ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകി വരികയാണ്. അയ്യോ, തെസലോനിക്കയിലെ വിശ്വാസികൾക്ക് ഒരു വിശ്വാസിക്ക് മറ്റേ വിശ്വാസിയുമായിട്ട് ഉള്ള സ്നേഹം അങ്ങ് പെരുകി അങ്ങ് വർദ്ധിക്കുക. 100 ഡിഗ്രി 101 ഡിഗ്രിയായി 102 ഡിഗ്രിയായി, പനി കൊച്ചിന്റെ അങ്ങ് വണ്ടമാനം വർദ്ധിക്കുക. പെട്ടെന്ന് 103 ഡിഗ്രിയായി, പിച്ചും പേയും പറയാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞത് അത് ആ രോഗത്തെ പറ്റി. പക്ഷേ വിശ്വാസികളുടെ സ്നേഹത്തെ പറ്റി പറയുന്നത് എങ്ങനെ തൊട്ടു നോക്കാൻ നോക്കില്ല, അത്ര ചൂടുള്ള സ്നേഹമാണ്. എന്തൊരു സ്നേഹമാണെന്നറിയാം, എന്തൊരു സ്നേഹമാണ് അത് തെസലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പറയാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ്, വളരെ വലിയ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മുടെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ഉപദേശങ്ങൾ ആത്മാർത്ഥമായി സ്വീകരിച്ചത് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അപ്പോസ്തോലിക ഉപദേശത്തിൽ സഭകൾ നിലനിൽക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ഏറെ സന്തോഷമൊക്കെ ആണ്. എന്നാൽ അതിനെല്ലാം അപ്പുറത്തായിട്ട് പറയുമ്പോ അവർ തമ്മിലുള്ളതായിരിക്കുന്ന സ്നേഹത്തിന്റെ വളർച്ച. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ നന്മയെ കരുതി അതേക്കുറിച്ച് ചിന്തിക്കുന്നതിനാ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്തോളൂ, നിങ്ങൾക്ക് പറയാനൊക്കെ, സഹോദര 2023 എനിക്ക് ഒരൊറ്റ ചിന്തയുള്ളായിരുന്നു, നിങ്ങളുടെ നന്മ. ആ നന്മയെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുകയും അതേക്കുറിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നറിയാം. ദൈവം അനുവദിച്ച ഈ 2024 നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? മിക്കവാറും 2023 സഹോദരൻ, ഞാൻ എൻ്റെ നന്മയെക്കുറിച്ച് നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, എന്ത് നന്മ വരും? നമ്മൾ ചില ആളുകളെ പറ്റി പറയുമ്പോൾ ആ സഹോദരൻ എന്ത് നല്ല സഹോദരൻ എന്നറിയാം, എന്തെല്ലാം ആവശ്യങ്ങളും സഹായിക്കുമെന്നറിയാം. എന്നാൽ ആ സഹോദരൻ ഞാൻ എന്തോരം നന്മ ചെയ്തിട്ടുണ്ടെന്നറിയാം, ആ സഹോദരൻ എന്തൊരു നന്മ ചെയ്തിട്ടുണ്ടെന്നറിയാം. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ, രാവിലെ എഴുന്നേറ്റ എങ്ങനെ എൻ്റെ സഹോദരനെ എനിക്ക് സഹായിക്കാം, അനുഗ്രഹിക്കാം, എങ്ങനെ നന്മ ചെയ്യാം. പൗലോസ് പറയുന്ന അവരുടെ അങ്ങനെ ചിന്തിച്ചെന്നാ പറഞ്ഞ്, പരസ്പരമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് വേണ്ടി എങ്ങനെ നന്മ ചെയ്യാം, എങ്ങനെ അവർക്ക് നന്മ ചെയ്യാമെന്നുള്ള ചിന്തയാൽ അവർ നിറഞ്ഞു. സ്വാർത്ഥത എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതത്തിന്റെ ക്യാൻസറാണ്. നമ്മളൊക്കെ ഒത്തിരി ക്യാൻസറുള്ള ആളുകളാണ്. എന്ത് കിട്ടുമെന്ന ചോദ്യം. കെന്നഡി അമേരിക്കൻ പ്രസിഡന്റായ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വാട്ട് ക്യാൻ ഐ ഗെറ്റ് ഫ്രം അമേരിക്ക എന്ന് നിങ്ങൾ ചോദിക്കരുത്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ അമേരിക്ക. അമേരിക്കയിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കരുത്, അമേരിക്കയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും. നിങ്ങളും അങ്ങനെ വേണം. എനിക്ക് സഹോദരന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് കഴിയും, അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് കഴിയും, അദ്ദേഹം എനിക്ക് എന്ത് ചെയ്യും, അദ്ദേഹത്തിന് എനിക്ക് എന്ത് കിട്ടാനാണ്. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ സ്വാർത്ഥതയാണ്. അപ്പൊ തെസലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസിന് പറയാനുണ്ടായിരുന്നത് അവരുടെ സ്നേഹം
മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു എന്നാണ്. മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. ഈ സ്നേഹം അങ്ങനെ മേൽക്കുമേൽ വർദ്ധിച്ചു വന്നപ്പോ എന്താ ഗുണമുണ്ടായെന്നറിയാമോ? അത് പൗലോസ് പറഞ്ഞു. എന്താ ഗുണമുണ്ടായത്? സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. ആളാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാകുമണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യും. യോഗ്യമാകുമണ്ണം. ഈ യോഗ്യമാകുമണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ സ്നേഹം വർദ്ധിച്ചും വിശ്വാസം വർദ്ധിച്ചും സ്നേഹം പെരുകി വരുന്നതായിരിക്കുന്ന ഒരു സഭയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുമ്പോൾ അത് യോഗ്യമായിട്ട് സ്തോത്രം. തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി സ്തോത്രം കർത്താവേ, അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടി സ്തോത്രം എന്ന് പറഞ്ഞാൽ യോഗ്യമായ സ്തോത്രം. ഇവിടെ ആരും തരികയില്ല. പണ്ട് വിചാരിച്ചുള്ളൂ നിങ്ങളുടെ സാമ്പത്തിക ക്ലേശത്തിലൊക്കെയാണ് ഒരു സഹോദരനെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 2 ലക്ഷം രൂപ നിങ്ങൾക്ക് തരിക. സഹോദരൻ നിങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെയാണെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ട് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അപ്പോ 2 ലക്ഷം രൂപ കൂടി ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും കാശ് കിട്ടിയപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിന് നന്ദി പറയുന്നത്? ഉള്ളവരങ്ങനെയൊക്കെ കൊടുക്കണം, എങ്കിലേ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. ഞാൻ കുറച്ചു ദിവസമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇയാൾ എന്താ എനിക്ക് എന്ത് തരാഞ്ഞത്? ഇപ്പോഴെങ്കിലും ഓർത്തല്ല, താങ്ക്സ്. അതാണോ? അത് യോഗ്യമായ നന്ദിയാണോ? അത് യോഗ്യമായ നന്ദിയല്ല. നമ്മൾ ചിലപ്പോ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നത് അങ്ങനെയൊക്കെയാണ്. ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നത് അങ്ങനെയൊക്കെ. പൗലോസ് അങ്ങനെയല്ല. യോഗ്യമാവും ദൈവസന്നിധിയിൽ ഇരുന്ന് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ വിശ്വാസത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ യോഗ്യമായ നിലയിൽ കർത്താവേ, ഇങ്ങനെ ഒരു സംഘം വിശ്വാസികളെ നീ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. ആ തെസ്സലോനിക്ക പട്ടണത്തിൽ പോയി സുവിശേഷം പറയാൻ എനിക്ക് അവിടുന്ന് കൃപ തന്നല്ല കർത്താവേ. ഞാൻ അവരെ ഓർത്ത് 1000-10,000 സ്തോത്രം ചെയ്യുന്നു. നീ എന്തോ ഒരു നല്ല ദൈവമാണ് കർത്താവേ. നീ അവരെ ഇനിയും അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടി ഞാൻ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാലും അത് യോഗ്യം ആവുകയില്ല. പോരാന്ന് ഞാൻ പറഞ്ഞു. അത് പോരാ. പൗലോസ് അങ്ങനെയാ ചെയ്യുന്നത്. യോഗ്യമാകും വണ്ണം അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നമ്മളും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ്. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സഭ ദൈവത്തിന്റെ സ്തോത്രം ആരാധിക്കാനും സ്തുതി പറയാനും ഒക്കെ യോഗ്യമായ ഒരു സഭയാണെന്ന് മറ്റുള്ളവർക്ക് അങ്ങനെ മനസ്സിലാകണം. നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു വരുന്നു. നിങ്ങളുടെ സ്നേഹം ഏറ്റവും വർദ്ധിച്ചു വരുന്നു. അപ്പോ സഭകള് വിശ്വാസത്തിൽ അപ്പോസ്തലിക ഉപദേശത്തിൽ നിലനിൽക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ഏറെ വിശ്വാസമാണ്. എന്നാൽ ഉപദേശ വിശ്വാസ കാര്യങ്ങൾ അവർ ഏറ്റവും വർദ്ധിക്കുന്നു എന്നറിയുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം നന്നായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. നമുക്കൊരു ആന്തരിക സമ്മർദ്ദം വരും, വളരെ ഉണ്ടാകും ആന്തരിക സമ്മർദ്ദം. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കടപ്പാടായി തീരുകയും ചെയ്യുന്നു. 1000 സ്തോത്രം പറയാനായിട്ട് 10,000 സ്തോത്രം പറയാനായിട്ട് സാധിക്കുന്നു. ഒരു സഹോദരന് തനിക്കുണ്ടായിരുന്ന ഒരു വസ്തു വിറ്റിട്ട് 12 ലക്ഷം രൂപ എനിക്ക് അയച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സഹോദര, നിങ്ങൾ സമ്പാദ്യമുള്ളൊരു മനുഷ്യനല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ കിട്ടുന്നതെല്ലാം ചെലവാക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയാണ്. ഇത് വേറൊരു ആവശ്യത്തിന് സഹോദരൻ എടുക്കരുത്. ഇത് വാർദ്ധക്യകാലത്ത് പെൻഷൻ മാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് അയച്ചു തന്നു. ഞാൻ വളരെ നന്ദിയൊക്കെ പറഞ്ഞു. വളരെ നന്ദി. എന്നെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നവർ വളരെ കുറവാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചല്ലോ തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അനാഥശാല ബോയ്സ് ഹോം തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ ബോയ്സ് ഹോമിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അവർ പറഞ്ഞു സ്വന്തം കെട്ടിടം ഉണ്ടെങ്കിൽ പെർമിഷൻ തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ 14 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു, അതിന് 2 ലക്ഷം കൂടെ ഉണ്ടാക്കി 14 ലക്ഷം രൂപ ആയിട്ടാണ് ആ ബോയ്സ് ഹോമിന് കെട്ടിടം വാങ്ങിയത്. അതെന്റെ പേരിലല്ല, ട്രസ്റ്റിന്റെ പേരിലാണ് വാങ്ങിയത്. എന്റെ പേരിൽ പൈസയില്ല, എനിക്ക് പൈസ എടുക്കാനും ഒന്നുമില്ല. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ സഹോദരനെ കണ്ടപ്പോൾ ചോദിച്ചു, ആ കാശെ കൈവച്ചോന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറയാനെന്നറിയാം. ഞാൻ പറഞ്ഞ സഹോദരൻ, ഞാനത് കൈവച്ചു. ഞാൻ കുറച്ചുകൂടെ മഹത്വകരമായിരിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി ഞാനത് ചെലവാക്കി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതോട് തന്നതാണ്. ഞാൻ സ്നേഹത്തെ ഒത്തി കൊടുത്തതല്ല, പക്ഷേ കുറച്ച് അനാഥ പിള്ളേർക്ക് നന്മ വരട്ടെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് അതിന് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു ഉദ്ദേശത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു വസ്തു വിറ്റ് എനിക്ക് കാശ് തന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ മനുഷ്യനോട് ഞാൻ എന്തുമാത്രം നന്ദി പറഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞാൽ ശരിയാവും? നന്മ പറയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ഈ വിശ്വാസത്തിൽ വർദ്ധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. സ്തോത്രം എന്ന് അനേക പ്രാവശ്യം പറയുവാൻ തക്കമാണ്. വർദ്ധിച്ചു വരുന്ന വിശ്വാസവും പെരുകി വരുന്ന സ്നേഹവും. ചിലരോടുള്ള സ്നേഹം നമുക്കങ്ങനെ കാണാനായിട്ട് കഴിയും. ഭയങ്കര സ്നേഹമാണത്. അത് കണ്ടു നിന്നാൽ നമുക്ക് നിരാശ തോന്നും. എന്താ നിരാശ എന്ന് പറഞ്ഞാൽ, എനിക്ക് ആളെ അങ്ങനെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ളത്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, സഹോദരന്മാരെ, വാക്കിൽ മാത്രം സ്നേഹിക്കരുതെന്ന് പറഞ്ഞു. വാക്കിൽ മാത്രം സ്നേഹിക്കരുത്. പിന്നെ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? പ്രവൃത്തിയിൽ കൂടെ സ്നേഹിക്കണം.
ബോധപൂർവം സഹോദരന്മാരുടെ ആവശ്യങ്ങളെക്കുറിച്ചും അവർക്ക് എന്താണ് നന്മ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സഭയായിരുന്നു തെസ്സലോനിക്കയിലെ സഭ. എന്നാൽ ഇന്ന് എന്താണ് നമ്മുടെ സ്ഥിതി? മറ്റുള്ളവർക്ക് നന്മ പറയണം എന്ന് കരുതിയാണോ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, കുഞ്ചൻനമ്പ്യാരുടെ ഒരു ശ്ലോകം, ദീപസ്തംഭം മഹാചര്യം നമുക്ക് കിട്ടണം. മഹാരാജാവ് ദീപസ്തംഭം ഉണ്ടാക്കിയിട്ട് ആസ്ഥാന കവികളെ എല്ലാം വിളിച്ച് 19 കവികളെ ഈ ദീപസ്തംഭത്തെ കുറിച്ച് ഏറ്റവും നന്നായി വിവരിക്കുന്ന ആളിന് വലിയൊരു സമ്മാനമാണ്. അപ്പൊ എല്ലാവരും 100-50 പേജാണ് എഴുതുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ സമാഹാരം കൊണ്ട് കൊടുത്തപ്പോ ഒരു വരിയേ ഉള്ളൂ, ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം. രാജാവ് പറയും, ഇവന്മാരെല്ലാം 50-100 പേജ് എഴുതി എന്തിനു വേണ്ടിയാ? ഈ പണത്തിന് വേണ്ടിയാണ്. അപ്പൊ കുഞ്ചൻ നമ്പ്യാരെന്ന് പറഞ്ഞു, ഉള്ള സത്യം ഞാൻ പറയാം, മഹാചര്യമാകാൻ കാശ് നമുക്ക്. അപ്പൊ നമ്മള് സത്യസന്ധമായിട്ട് അങ്ങനെ ചിന്തിക്കണം. ചിന്തിക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് വേണം. ചിന്തിക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് വേണം. അത് ഭാര്യയ്ക്കുടെ നന്മയ്ക്ക് വേണ്ടി ഭർത്താവും, ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി ഭാര്യയും, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാതാപിതാക്കളും, മാതാപിതാക്കളുടെ നന്മയ്ക്ക് വേണ്ടി. ഇന്നത്തെ കാലത്ത് മക്കളെല്ലാം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, കഴിവതും മാതാപിതാക്കളുടെ അടുക്കേക്ക് ദൂരേക്ക് മാറി താമസിക്കാം, കാരണം ശല്യമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണുള്ളത്. അപ്പോ അങ്ങനെയല്ല. അപ്പൊ പൗലോസ് രണ്ടാമത് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുക മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൽ സഭകളെക്കിടയിൽ ചില സഭകളെ പറ്റി പ്രശംസിക്കുക. 4-ാമത്തെ വാക്യത്തിലാണല്ലോ, ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്നു എന്നാ പറയുന്നത്. നിങ്ങളെക്കുറിച്ച് പ്രശംസിക്കുക. നമ്മൾക്കും അത് വേണം പ്രിയമുള്ളവരെ, എപ്പോഴും നിങ്ങളെക്കുറിച്ച് പ്രശംസിക്കണം. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടതകളിലും ഉള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്നു. പ്രശംസയ്ക്ക് 2 കാരണങ്ങളാണ്. എന്താണ്? ഒന്ന്, അവര് വിശ്വാസത്തിന് വേണ്ടി സഹിക്കുന്ന സഹനം, ഉപദ്രവങ്ങൾ. രണ്ടാമത്, നിങ്ങളുടെ വിശ്വാസം. ഈ വിശ്വാസം ഇവിടെ പറയുന്നത് വസ്തുനിഷ്ഠ വിശ്വാസമല്ല, ആത്മനിഷ്ഠ വിശ്വാസം. ഇത് രണ്ടും രണ്ടാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എല്ലാം ശരിയായ വിശ്വാസം ഉണ്ടെങ്കിലും എന്റെ കയ്യിൽ കാശൊന്നുമില്ല, 10 പൈസയില്ല, 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി വല്ലതും കഴിച്ചിട്ട് അങ്ങനെ വരുമ്പോ എനിക്ക് എന്റെ കർത്താവ് വിശ്വസ്തനാണ്, അവൻ മതിയായവനാണ്, നല്ലവനാണ്, ഞാൻ ചോദിപ്പിൻ നൽകി തരാമെന്ന് പറഞ്ഞവനാണ്, കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, എന്റെ ആവശ്യങ്ങൾ നടത്തുമെന്ന് അത് വസ്തുനിഷ്ഠമായ വിശ്വാസമാണ്. അത് വസ്തുനിഷ്ഠമായ വിശ്വാസം. രക്ഷിക്കൊക്കെ ശരിയാകും, അതൊക്കെ ശരിയാ. പക്ഷെ 10 പൈസ ഗുണമൊന്നുമില്ല ജീവിതത്തിൽ. അതിനുവേണ്ടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കണം. അല്ല, കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഒരുപാട് ആളുകൾക്ക് വസ്തുനിഷ്ഠ വിശ്വാസമുണ്ട്, ആത്മനിഷ്ഠ വിശ്വാസം. എന്ത് ജീവിതത്തിൽ എന്താവശ്യങ്ങൾ വന്നാലും അത് കർത്താവ് നൽകി തരും. എന്ത് പ്രയാസങ്ങൾ വന്നാലും അതൊക്കെ കർത്താവ് നടത്തി തരും. അത് കർത്താവ് ചെയ്തു തരും. കർത്താവ്, അതാണ് ഞാൻ അന്വേഷിച്ചത്. ഞാൻ എൻ്റെ വിശ്വാസം കർത്താവ് വെച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ മരണമായാലും ജീവനായാലും ഇനി കഷ്ടതയായാലും പ്രയാസമായാലും രോഗമായാലും സമ്പത്തായാലും ദാരിദ്ര്യമായാലും അതൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിനറിയാം അതൊക്കെ തക്ക സമയത്ത് കർത്താവ് ചെയ്യും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിന്റെ സ്ഥലത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. ആ ഒരു വിശ്വാസം, അത് അത്ഭുതകരമായ ഒരു വിശ്വാസമാണ് കേട്ടോ. അത്ഭുതകരമായ വിശ്വാസമാണ്. അത് അനുഭവിക്കാൻ കഴിഞ്ഞവർക്ക് മാത്രമേ അതേക്കുറിച്ച് പറയാനായിട്ട് സാധിക്കൂ. അപ്പോ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ പ്രശംസിക്കുന്ന എന്തിനു വേണ്ടിയാണ്? സകല ഉപദ്രവങ്ങളിലും കഷ്ടതകളിലും ഉള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും. ഇപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ ചില സ്ഥലങ്ങളിൽ കാണാം, ഭയങ്കര ഉപദ്രവങ്ങളിൽ കൂടെയാണ് അവർ പോകുന്നത്. ഭയങ്കര ഉപദ്രവങ്ങളിൽ കൂടെ. ചൈനയിലും അതുപോലെയുള്ളതായിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെയുള്ള വിശ്വാസികൾ അണ്ടർഗ്രൗണ്ടിലാണ്. അവർക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്റെ വിശ്വാസം, അവരെ പല ആളുകളും ജയിലിലാണ്. ഏത് സമയത്തും ഇവർക്ക് ജയിലിൽ പോകും. അതൊന്നും ഒരു വിഷയമല്ല ബ്രദറെ. കർത്താവിന് വേണ്ടി ജയിലിൽ പോകുന്നത് എന്താ? അതൊന്നും ഞങ്ങളുടെ സന്തോഷത്തെ ബാധിക്കുകയില്ലെന്ന് പറയാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, അത് നമുക്ക് വേണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ജീവിക്കുന്ന ജീവിതശൈലി ജീവിച്ചാൽ നമുക്കൊരു കഷ്ടവും വരികയില്ല. കാരണം എന്താ? നമ്മൾ രാവിലെ ഞായറാഴ്ച ഇവിടെ വരുന്നു, 2 മണിക്കൂർ ആരാധിക്കുന്നു, വീട്ടിൽ പോകുന്നു, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നു. ബുധനാഴ്ച 1 മണിക്കൂറത്തേക്ക് നമ്മൾ വരുന്നു, പോകുന്നു. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കും? ആരാ ഉപദ്രവിക്കുക? നമ്മളെ ഉപദ്രവിക്കണമെങ്കിൽ BJP-ക്കാരും മുസ്ലിം അവരുടെ മാത്രമേ ദൈവങ്ങളെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോ എന്താണെന്നറിയാം, ഇവിടെ ഇത്രയും വീർത്തിരിക്കും. സൂചന വിലക്ക് പോയിട്ട് വീർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോഴാണ് പ്രൈസ് ദി ലോർഡ്, എന്റെ കർത്താവിന് വേണ്ടി അല്പം കഷ്ടം അനുഭവിക്കാൻ ദൈവം എനിക്ക് ഇട തന്നു എന്നുള്ളത്. അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതേക്കുറിച്ച് പറയാനുണ്ട്. കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടമൊന്നും അനുഭവിക്കാനിടയായിട്ടില്ല, കുറച്ചൊക്കെ അനുഭവിക്കാനിടയായിട്ടുണ്ട്. അതൊന്നും എന്നെ കൊല്ലത്തൊക്കെ ഒന്നും ഇല്ല, എങ്കിലും ജീവൻ പോകുന്ന പേടിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ആരും ഒന്നുമില്ല, ഒന്നിനും എവിടെ ഇരിക്കുകയില്ല. അതൊക്കെ വേണം നമുക്ക്, അതൊക്കെ വേണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗമാണ്.
അതൊക്കെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം, നല്ല അനുഭവങ്ങളാണ്. നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും അതൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നതും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതുമാണ്. ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകുന്നത് പോലെ തന്നെ നിങ്ങളുടെ വിശ്വാസവും വർദ്ധിക്കുന്നു. ആത്മനിഷ്ഠ വിശ്വാസവും വസ്തുനിഷ്ഠ വിശ്വാസവും. വസ്തുനിഷ്ഠ വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്. സെമിനാരിലെ പ്രൊഫസർമാരും കോളേജിലെ പ്രൊഫസർമാരും എഴുത്തുകാരും ഒക്കെ അവരുടെ വസ്തുനിഷ്ഠ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ കുറിച്ചുള്ള ഡെഫിനിഷൻ, വിശ്വാസത്തിന്റെ ഉള്ളടക്കം അവർ പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം, യേശുക്രിസ്തുവിനുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശ്വാസം, ഭാവി കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസം, എന്ത് കറക്റ്റ് ആയിട്ടാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഉറുമ്പ് കടിച്ചാൽ മതി, അപ്പൊ പറയും ഞാൻ കർത്താവിന്റെ ദാസനായിട്ട് ഈ ഉറുമ്പിനെ ഒന്ന് മാറ്റിത്തരാൻ കഴിയും. എന്തൊരു വേദനയാ, ഇതാണോ ദൈവം എന്ന് പറയുന്നത് എന്ന് ചോദിക്കും. അതിനുവേണ്ടി സ്തോത്രം പറയില്ല. നമുക്കത് പറയാനായിട്ട് കഴിയണം. നമ്മുടെ വസ്തുനിഷ്ഠമായ വിശ്വാസം പോലെ തന്നെ നമ്മുടെ ആത്മനിഷ്ഠമായ വിശ്വാസവും വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അതൊരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ആ വിശ്വാസം നമുക്ക് വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായും ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർ നമ്മെ ഓർത്ത് സ്തോത്രം ചെയ്യാനും നമ്മളെക്കുറിച്ച് പ്രശംസിക്കുവാനും എന്നൊക്കെ ഒരിക്കലും സാധിക്കുകയില്ല. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ തല്ലുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടാണ് മിഷണറി ടീം അവിടെ നിന്നും ബെരോവയിലേക്കും അഥേനയിലേക്കും പോയത്. തിമോത്തിയോസിനെ മക്കദോനിയയിലേക്ക് തിരിച്ചുപോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആ തല്ലും അടിയും ഒന്നും അവരുടെ വിശ്വാസത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല, വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. അതുപോലെ അവരുടെ സഹിഷ്ണുതയും വിശ്വാസവും ഒട്ടും കുറയാതെ നിലനിൽക്കുന്നു. അതാണ് സത്യം. സഹിഷ്ണുത അല്ലെ പേഷ്യൻസ്. എന്തൊക്കെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും വിശ്വാസത്തിൽ തന്നെ തുടരുന്നു. തല്ലിനും കല്ലേറിനും ജയിലിനും ലാത്തി ചാർജിനും ഒന്നും അവരെ ക്ഷീണിപ്പിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് വിശ്വസ്തൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് അനുഭവിച്ചറിയുന്ന ഒരു സ്വഭാവം. എൻ്റെ യേശു വിശ്വസ്തനാണ്, അവന്റെ എല്ലാ വാഗ്ദത്തങ്ങളും സത്യം. ഊ എന്ന് പറഞ്ഞാൽ ഊ എന്നാണ്. ചോദിപ്പീൻ നൽകിത്തരാം, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും. എന്റെ ദൈവം നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും തന്റെ മഹത്വത്തിന്റെ സ്ഥാനത്തിന് ഒത്തവണ്ണം തീർത്ത്. ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയവർക്ക് ഒന്നിനും മുട്ടുണ്ടാവില്ല. നീതിമാന്റെ മക്കളാരും അപ്പം യാചിക്കുന്ന കണ്ടിട്ടില്ല. എന്തോരം വാഗ്ദത്തങ്ങളാണ് തന്നിരിക്കുന്നത് അറിയാമോ? ഇതൊക്കെ വിശ്വാസത്താൽ അനുഭവിച്ചറിയാനായിട്ട് ഇടയാകണം. കർത്താവിന്റെ വേലയിൽ അനേക വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് അതേക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് അവസരം കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. പറയില്ലേ, കയ്യിലൊരു ചില്ലിക്കാശ് എടുക്കാനില്ലാത്ത സമയങ്ങളിൽ ചിലപ്പോ ക്യാമ്പ് നടത്താനും മറ്റു പരിപാടികൾ നടത്താനുമുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ക്യാമ്പൊക്കെ നടത്തി കഴിയുമ്പോൾ കർത്താവ് അതൊക്കെ അതിശയകരമായി നടത്തിയ വിധങ്ങൾ ഓർത്ത് എത്ര ദൈവത്തെ സ്തുതിക്കും. ക്യാമ്പ് നടത്താമെന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല ബ്രദറെ, ഭയങ്കര ഭാരമാണ്. എവിടുന്ന് കാശുണ്ടോ? 5 ലക്ഷം രൂപ എവിടുന്നാ ഉണ്ടാകുന്നത്? ആരാ തരുന്നത്? ബ്രദറിലുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ എന്ന് പറയുന്ന ആളുകളെ കർത്താവ് തരുമ്പോഴൂ. അപ്പൊ അവര് കർത്താവ് തരും, കർത്താവ് തരും, കർത്താവ് തരും എന്ന് പറഞ്ഞു പാവപ്പെട്ട വിശ്വാസികളെ ഞെക്കിപ്പിഴിയാനുള്ള പരിപാടിയാണ് അല്ലേ? അവരുടെ നേതാക്കന്മാർ, പ്രമുഖന്മാർ വേലയ്ക്ക് കൈകൊടുത്തില്ലെന്ന് നെഹമ്യാവിന്റെ പുസ്തകത്തിലുണ്ടല്ലോ. അങ്ങനെ അവരുടെ ശ്രേഷ്ഠന്മാർ വേലയ്ക്ക് കൊടുത്തില്ല. പലപ്പോഴും പാവപ്പെട്ട വിശ്വാസികളാണ് ഈ കർത്താവിന്റെ വേലയെ മുന്നോട്ട് നടത്തുന്നത്. കാരണം അവർക്കേ അറിയത്തുള്ളൂ വിശ്വാസത്താൽ ജീവിക്കാൻ. പണക്കാർക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. പാവപ്പെട്ടവർക്ക് അങ്ങനെയല്ലല്ലോ. അത് ജീവിക്കേണ്ടതായിരിക്കുന്ന ആവശ്യം വരും തീർച്ചയായിട്ടും. അതുകൊണ്ട് അവർക്ക് അതേക്കുറിച്ച് അറിയാം. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം, കൽപ്പനകളിലുള്ള വിശ്വാസം, ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പ്, പ്രാർത്ഥന കേൾക്കുന്നത് മുതലായവ ഒക്കെ ഞാൻ ഓർക്കുകയാണ്. പാലായിൽ ഞങ്ങൾ താമസിച്ചതായിരിക്കുന്ന കാലത്ത് ഞാനങ്ങ് പോവും. കുടിയാൻ വഴിയ കാസർഗോഡ് അവിടെ ഇവിടെയൊക്കെ പോകും. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ഞാൻ വരുന്നത് ഗ്രേസ് 3 കുഞ്ഞുങ്ങളുമായിട്ട്, കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഈ പാല എന്ന് പറയുന്ന ദേശം എന്ന് പറയുന്നൊരു വല്ലാത്ത ദേശം. എന്നോട് അവിടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാല് പിടിച്ച് എന്നെ സ്നേഹിക്കുന്ന സഹോദരന്മാരുൾപ്പെടെ ബന്ധത്തിൽപ്പെട്ടവർ പറയില്ല, പോകരുത്, അവർ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. ഏത് സമയത്ത് കൊല്ലപ്പെടാമെന്നുള്ളതായിരിക്കുന്ന ചിന്തയായിരിക്കും. ഒരു ദിവസം രാവിലെ ഇറങ്ങിയപ്പോ ഒരു ശവം അടക്കിയതായിരിക്കുന്ന രീതിയിൽ കുറേ മണ്ണ് ഇവിടുന്ന് കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ വാതിൽ തുറന്ന് അങ്ങോട്ട് വരുന്നിടത്ത് കൊണ്ടിട്ടിരിക്കുക. അതിന് മുന്നിൽ അതിന്റെ പുറത്തൊരു കുരിശും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഏതായാലും മണ്ണെല്ലാം അടിച്ചു മാറ്റിയപ്പോ അതിൻ്റെ അകത്തൊരു ഓന്തിനെയോ പാമ്പിനെയോ ഏതാണ്ട് കൊന്നു വെച്ചിട്ട് ഇന്ന് ഞാൻ നാളെ നീ എന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പാണ്. പാമ്പ് പറയുന്ന പോലെ ഇന്ന് ഞാൻ നാളെ നീ. അപ്പൊ ഞാൻ വിചാരിക്കും ഈ ഭാര്യയും കൊച്ചു പിള്ളേരെ സൂസി ഉണ്ട്, ജോന, സൂസി, നെയ്തൻ, മറ്റവരൊക്കെ കുറച്ച് പ്രായമായി ഹോസ്റ്റലിലും ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പൊ ഇവരെ എങ്ങനെയാ ഇവരെ വിട്ടിട്ട് ഞാൻ പോകുന്നത്? ദൈവകൃപയാൽ ഗ്രേസിന് ദൈവം എന്നേക്കാൾ കൂടുതൽ ധൈര്യം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ദൈവത്തെ സ്തുതി. ഞാൻ പേടിക്കുന്നിടത്തും അദ്ദേഹം പേടിക്കുകയില്ല. അത് വലിയ ഇന്നും എനിക്കൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ? ഞാൻ വിൽപ്പാനൊക്കെ പോകും.
ദൈവത്തിന്റെ ഈ വാഗ്ദത്തങ്ങളാണ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, നീ ഭയപ്പെടേണ്ട. ദൈവം വെറുതെ തമാശ പറഞ്ഞ ബൈബിളിൽ കുറെ വാക്യം വേണം അതിനുവേണ്ടി എഴുതി വെച്ചതാ അല്ല. തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്കിടെ ആത്മവിശ്വാസം, വസ്തുനിഷ്ഠ വിശ്വാസം മാത്രമല്ല, ആത്മനിഷ്ഠ വിശ്വാസം, സബ്ജക്റ്റീവ് ഫെയ്ത്ത്. ദൈവം, ഗാഡ് ഈസ് ഏബിൾ, ദൈവം തരും എന്നുള്ളതായിരിക്കുന്ന വിശ്വാസം, അതൊരു വലിയ വിശ്വാസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം, കൽപ്പനകളുള്ള വിശ്വാസം, ദൈവ സാന്നിധ്യത്തിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം, ഇതെല്ലാം ഒരു ഭാഗത്ത് പീഡനങ്ങളും എതിർപ്പുകളും ഉപദ്രവങ്ങളും ദൈവത്തോടുള്ള ആത്മനിഷ്ഠമായ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കാൻ ധാരാളം മതി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മെർലിൻ രണ്ടാമത്തെ മകള് സ്കൂള് വിട്ട് വരുമ്പോൾ ഒരു 10-15 ചെറുപ്പക്കാർ, 25-30 വയസ്സുള്ള ചെറുപ്പക്കാർ റോഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത്, നിന്റെ അപ്പൻ കത്തോലിക്കരെ മതപരിവർത്തനത്തിന് വന്നിരിക്കുകയാണ്, ഞങ്ങൾ ഇതിനെ കൊല്ലും എന്നും പറഞ്ഞ് അവിടെ നിൽക്കുക. അവിടെ മുന്നോട്ട് വിടത്തില്ല, കൊച്ചു പെണ്ണാണ്, അത് കണ്ടമോനും വിഷമിച്ചു, വിടുകയില്ലെന്ന് പറയും. പിന്നെ കുറച്ച് നേരം ഒരു വിഷമിപ്പിച്ചിട്ട് കഴിഞ്ഞ് ആരോ പ്രായമുള്ളവർ വന്നപ്പോൾ അവിടെ നിന്ന് പിടിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന്. ഇതെന്നും സംഭവിക്കും. പിന്നെ ഞാൻ അവളെ എന്നും രാവിലെ അവളെ വേറെ വഴിയേ കൂടെ സ്കൂളിൽ കൊണ്ടുവിടും. തിരിച്ചു വരുമ്പോഴും ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി കാത്തിരിക്കും. എന്നിട്ട് ഒരു ഓട്ടോ എടുത്ത് ചുറ്റി കറങ്ങി വീട്ടിൽ കൊണ്ടുവരും. നമ്മൾ ഒരുപാട് ഉപദ്രവങ്ങൾ എങ്ങനെ സഹിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് ഉപദ്രവങ്ങൾ പിള്ളേരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ തൃശ്ശൂർ ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് ഞാൻ ഹോട്ടലിൽ കയറി, ഞാൻ കണ്ണൂർക്ക് പോകുമായിരുന്നു. രാത്രി 10 മണിയായി, ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. അടുത്തൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കയറിയപ്പോൾ എല്ലാ ടേബിളും നിറച്ച ആളാണ്. രാത്രി 10 മണിയായപ്പോൾ ഒരു ടേബിളിൽ ഒരു മനുഷ്യൻ മാത്രമേ ഇരിപ്പുള്ളൂ. അപ്പൊ ഞാനും പോയി അവിടെ ഇരുന്നു. അയാൾ ആഹാരം കഴിച്ച് കഴിയാറായി. ഞാൻ അവിടെ ഇരുന്ന് 2 ചപ്പാത്തി അതിന്റെ കറി ഓർഡർ ചെയ്തു. അപ്പൊ ഈ മനുഷ്യനോട് ചോദിച്ചു, സാറിന്റെ വീട് എവിടെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വീട് പാലായിലാണ്. പാലായെന്ന് പറയാൻ പാടില്ല, കാരണം ഇവനാരാ, അതിന്റെ വീട് പാലായിലല്ലല്ലോ ശരിക്കും. എങ്കിലും ഞാൻ പാലായില്ല. ആ പാലായിൽ എവിടെ താമസിക്കുന്നത് ചോദിച്ചാൽ ഇന്നടത്താണ് താമസിക്കുന്നു പറയാൻ. ഇത്രയും പറഞ്ഞുള്ള ചാടി അങ്ങ് എഴുന്നേറ്റ്, എന്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു, നിന്നെ ഇപ്പൊ ഞാൻ വെടിവെച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വിടുവില്ലെന്ന് പറഞ്ഞു, നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലുന്നു. നീ വന്നിരിക്കുക പാലായിൽ കത്തോലിക്കരെ മാനസാന്തരപ്പെടുത്താനല്ലേ? അപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ഈ മദ്യപിക്കുന്ന ആൾ, അവർ ഈ ക്ലബ്ബിൽ പോയിരുന്ന ഒരുമിച്ച് ഇയാളുമായിട്ട് മദ്യപിക്കും. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ വീടിന്റെ പേര് പറഞ്ഞു ഉടനെ അയാളൊരു 10 മിനിറ്റ് അങ്ങ് ഫയർ ചെയ്തു. നിന്നെ ഞാൻ കൊല്ലുകൊണ്ടാ, നിന്നെ ഞാൻ വിടുകയില്ല, എന്റെ കൈ തോക്കില്ലാതെ പോയി നിന്റെ ഭാഗ്യമായല്ലേ, ഇവിടെ ഞാൻ വിടുവിച്ചിട്ട്. ഏതായാലും ഞാൻ അവിടെ ഇരുന്ന് നമ്മുടെ ചപ്പാത്തിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നോ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഒന്നും അറിഞ്ഞില്ല. ഞാൻ ഏതായാലും കൃത്രിമമായിട്ട് ചപ്പാത്തിയൊക്കെ പറിച്ച് അവിടെ തിന്നു. അയാൾ ഏതായാലും നേരത്തെ എഴുന്നേറ്റ് എന്നോട് കോപിച്ച് അയാൾ ചാടി എഴുന്നേറ്റ് അങ്ങ് പോയി. ബില്ല് കൊടുത്തില്ല, കൊടുക്കാതെ പോയത് അയാളെ. അപ്പൊ വെയിറ്റർ ഒന്ന് ചോദിച്ചു, അവൻ എങ്ങോട്ട് പോയി? ഞാൻ പറഞ്ഞു, അയാൾ പുറത്തോട്ട് പോയി. അയാൾ കാശ് തരാതെ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കള്ളനാ, പുറകെ പോയി പിടിച്ചോളാൻ പറഞ്ഞു. അവർ പുറകെ പോയി അയാളെ പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ അയാളുടെ മുഖത്തൊന്ന് നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ അയാളെ പാലായി വെച്ച് കണ്ടുണ്ട്. അയാൾ എന്നെ കണ്ടിട്ടുണ്ട്, അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അയാളുടെ മുന്നേ വന്ന് പെടാൻ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞ. കാരണം അയാളൊരു വല്ലാത്ത മനുഷ്യനാണ്, അയാൾ വലിയൊരു പ്ലാന്ററാണ്. അപ്പോ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് സംഗതികൾ, ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. പൗലോസ് അതൊക്കെയാ പറയുന്നത് അവരുടെ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ. അപ്പോ തെസ്സലോനിക്കർക്ക് ഇതൊക്കെ വർദ്ധിച്ചു വരിക, വിശ്വാസവും പ്രത്യാശയും ഒക്കെ വർദ്ധിച്ചു വരിക. നമ്മുടെ സ്ഥിതി എന്താ സഹോദരന്മാരെ? അപ്പൊ ഏതെങ്കിലും ദൈവദാസന്മാരെ ഞാൻ ചോദിക്കട്ടെ, സഭയെക്കുറിച്ച് അന്യസഭകളിൽ പ്രശംസിക്കാറുണ്ടോ? ഏതെങ്കിലും ദൈവദാസന്മാർ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും സുവിശേഷ താല്പര്യത്തെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങളുടെ സഭകളിൽ കേട്ടിട്ടുണ്ട്. അന്ന് തുടങ്ങി നിങ്ങളെ ഒന്ന് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്, ഇങ്ങനെ അവസരം കിട്ടുന്നതിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പറയിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത്. 2024 നമുക്ക് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നേടിയെടുക്കണം. നമ്മൾ വിചാരിച്ചെങ്കിലും ഒക്കെ, വേറെ വിചാരിച്ചത് നോക്കുകയില്ല. നാം നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ വരുത്തണം. പൗലോസ് പറഞ്ഞു, ദൈവരാജ്യത്തിന് യോഗ്യരായി നിങ്ങളെ എണ്ണപ്പെടും എന്നിങ്ങനെയുള്ള ദൈവനീതിയുടെ വിധിയുടെ അടയാളം. ദൈവരാജ്യത്തിന് വേണ്ടി നാം യോഗ്യരായി തീരുമെന്നുള്ളതിന് എന്ത് തെളിവാണ് നമുക്കുള്ളത്? തെസ്സലോനിക്കർക്ക് തെളിവുണ്ടായിരുന്നു, അവർ സഹിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും, സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി അനുഭവിക്കുന്നതായിരിക്കുന്ന കഷ്ടതകളും ഒക്കെ. നമ്മൾക്ക് എന്തുണ്ട്? പൗലോസിന്റെ ജീവൻ നോക്കിയാൽ ദൈവരാജ്യത്തിന് തന്നെ യോഗ്യനാണ് എന്നുള്ളതിന് വല്ലവർക്കും സംശയം വരുമോ? താൻ സഹിച്ചിട്ടുള്ള ഉപദ്രവങ്ങളും എതിർപ്പുകളും കഷ്ടതകളും പട്ടിണിയും തല്ലും അടിയും കല്ലേറും കടലിലെ ആപത്തും കരയിലെ ആപത്തും വന്യമൃഗങ്ങളുള്ളതായിരിക്കുന്ന ഇതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയാണ് സഹിച്ചത്. ആ ദൈവരാജ്യത്തിന് വേണ്ടി അങ്ങനെ സഹിച്ച പൗലോസിനെ ദൈവം യോഗ്യനാണെന്ന് എന്നുള്ളതിനെ കുറിച്ച് വല്ല സംശയമുണ്ടോ? എന്റെ സഹോദരന്മാരെ, നമ്മള് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയാൽ നമുക്ക് സന്തോഷമായിട്ട് തോന്നും. അതില്ലെങ്കിലും അതുണ്ടെങ്കിലും സ്വർഗത്തിന് വേണ്ടി പലതും നേടിയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് കിട്ടൂ. അതുകൊണ്ട് ദൈവം നമ്മളെ ആ നിലയിൽ അനുഗ്രഹിക്കട്ടെന്ന് ഞാൻ പറയാണ്.
നാം ആഗ്രഹിക്കുന്ന പ്രകാരം കാര്യങ്ങൾ നീങ്ങുകയും യാതൊരു കഷ്ടവുമില്ല, ഒരു നഷ്ടവുമില്ല, ഒരു പ്രയാസവുമില്ല. എല്ലാവരും നമ്മളെ സ്നേഹിതരാണ്, എല്ലാ അയൽക്കാരും നിങ്ങൾ മിടുക്കനാന്ന് പറയുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയും, നീ വെറും മണ്ടനാണെന്ന് പറഞ്ഞു. കാരണം എന്താ? നശിച്ചു പോകുന്ന രാജ്യത്തിന് വേണ്ടി നീ ജീവിച്ചു, നിന്റെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ചില്ല. അതുകൊണ്ട് ദൈവരാജ്യ നിമിത്തവും സുവിശേഷ നിമിത്തവും നമുക്ക് നഷ്ടമാകുന്നതൊക്കെയും 100 ഇരട്ടിയായി ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒരു പ്രയാസവും കൂടാതെ കഷ്ടങ്ങൾ സഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയരെ, 2023 നമ്മെ വിട്ടുപോകാൻ ഇനി ചില മണിക്കൂറുകളേ ഉള്ളൂ. 23 ചരിത്രത്തിന്റെ പേജുകളിലേക്ക് മറയുകയാണ്. എന്നാൽ 23 നമുക്ക് നേടുവാൻ കഴിഞ്ഞ ആത്മീയ അനുഗ്രഹങ്ങൾ 24 നമ്മോടൊപ്പം നിൽക്കുന്നതാണ്. 2024 അനുഗ്രഹപൂർണ്ണമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2023 കർത്താവിന് വേണ്ടി നാം സഹിച്ചതും നേടിയതുമായ കാര്യങ്ങൾ. അത് നമുക്ക് ആ 23 നേടിയതും കൊണ്ട് 24 കാല് വെക്കാൻ കഴിഞ്ഞാൽ 24 നമുക്ക് അനുഗ്രഹമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു വർഷം വെറുതെ പാഴായിപ്പോയി. ജീവിച്ചു എന്നുള്ളത് ശരിയാണ്. ഇത്ര കിലോ കപ്പയും ഇത്ര കിലോ അരിയും ഇത്ര കിലോ മത്തിയും ഇത്ര കിലോ മറ്റേ ഇറച്ചിയും കോഴിയും ഒക്കെ നമ്മൾ കഴിച്ചു എന്നുള്ളതല്ലാതെ ദൈവരാജ്യത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ, ഞാൻ പറയും, നിങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാനും കർത്താവിനോടുള്ള സ്നേഹം മാത്രമല്ല സഹോദരന്മാരോടുള്ള സ്നേഹം വർദ്ധിക്കാനും നാം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഭാവി ശക്തമാകുവാൻ തക്കവണ്ണം വിശ്വാസികളെ ദൈവം സഹായിക്കട്ടെ. കൂടെ സഹിച്ചാൽ കൂടെ വാഴാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ ആരംഭത്തിനുള്ള ഒരു തീരുമാനം, ഒരു ഒരുക്കം ഇന്ന് നമുക്ക് രാത്രി എടുക്കാം. ഒരു വർഷം കൂടെ കടന്നുപോയി എന്ന് പറയാതെ ഒരു പുതിയ വർഷം അനുഗ്രഹത്തിന് വേണ്ടി ദൈവം തന്നു. ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യണം, മഹത്തരമായ ചില കാര്യങ്ങൾ നേടണം എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമുക്കിടയാകട്ടെ. ഞാനൊരു കഥ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്. 2 സഹോദരന്മാർ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി. ഒരാൾ ന്യൂയോർക്കിൽ താമസമാക്കി, ഒരാൾ കാലിഫോർണിയയിൽ താമസം. ന്യൂയോർക്കിൽ താമസമാക്കിയ ആൾ ബിസിനസ് തുടങ്ങി, ഒരുപാട് കാശുണ്ടാക്കി. കാലിഫോർണിയയിൽ താമസമായ ആള് 100 കണക്കിന് ഏക്കർ സ്ഥലം വാങ്ങി അവിടെയെല്ലാം ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്തു. ക്യാബേജ് എന്നൊക്കെ പറഞ്ഞാൽ പോലെ 10-20 കിലോ ഒക്കെ ഉള്ള ക്യാബേജുകളാണ്. ഒരു ദിവസം ഈ ചേട്ടനാണ് കാലിഫോർണിയയിൽ, അനിയൻ ചേട്ടനെ കാണാനായിട്ട് ചെയ്യുന്നു. അപ്പൊ ചേട്ടൻ തന്നെ തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടന്ന് കൊണ്ടുപോയിട്ട് പറയും, നോക്ക് ചേട്ടാ, എന്റെ ക്യാബേജ് കണ്ടോ, 20 കിലോ 25 കിലോ 30 കിലോ ഒക്കെ ഉള്ള ഭയങ്കര ക്യാബേജ് ഇതാണ് ഞാൻ വിളയിക്കുന്നത്. ചേട്ടനത് കേട്ടിട്ട് അനിയനത് കേട്ടിട്ട് യാതൊരു സന്തോഷം ഉണ്ടായില്ല. അനിയൻ കുനിഞ്ഞൊരു പിടി മണ്ണ് വാരി. മണ്ണ് നോക്കിയിട്ട് ചേട്ടനെ വിളിച്ചേടാ വിഡ്ഢി, എടാ പരമ വിഡ്ഢി, ഈ മണ്ണ് സ്വർണം നിറഞ്ഞ മണ്ണാണ്, കണ്ടില്ലേ ഇതിന് നിറം? നീ സ്വർണം നിറഞ്ഞ മണ്ണിൽ നീ ക്യാബേജ് വളർത്തുക അല്ലേ? ഈ കുഴിച്ചെടുത്ത് സ്വർണം ഉണ്ടാക്കേണ്ടതിന് പകരം. കാലിഫോർണിയയിലെ ഗോൾഡ് റഷ് എന്ന് പറഞ്ഞൊരു ചരിത്രമുണ്ട്, ആ കാലത്തേക്ക് കഥയാണ്. അനിയൻ പറഞ്ഞു, നീ ക്യാബേജ് എല്ലാം കളയാൻ പറഞ്ഞു. അനിയനും ചേട്ടനും കൂടെ കൂടി അനിയന് സ്വർണം ഖനനം ചെയ്യാനുള്ളതായിരിക്കുന്നൊക്കെ ഉയർന്നു ചെയ്തു. അതെ, സ്വർണ്ണക്കട്ടികൾ അവിടുന്ന് ഖനനം ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വലിയ കോടീശ്വരന്മാരായി തീർന്നതായിരിക്കും ഒരു കഥയുണ്ട്. നമ്മളും അതുപോലെയാ. സ്വർണം നിറഞ്ഞതായിരിക്കുന്ന മണ്ണിൽ നമ്മൾ ക്യാബേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പറയുന്നത് മണ്ണിൽ ആത്മാക്കള് നിങ്ങൾക്ക് വളരാനുള്ള ദൈവികമായ വളർച്ചയ്ക്കുള്ള എല്ലാ സാധ്യതയുള്ളപ്പോൾ നിങ്ങൾ ക്യാബേജും കൊണ്ട് കണ്ടോ എന്റെ ക്യാബേജ് എന്ന് പറഞ്ഞിരിക്കുക. എന്റെ പ്രിയമുള്ളവര്, ഈ ക്യാബേജ് ഒക്കെ വെട്ടിപ്പഴുതി കളഞ്ഞേച്ച് നമുക്ക് സ്വർണം കുഴിച്ചെടുക്കുന്ന പരിപാടിയിലേക്ക് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.